വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത്. ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ്, ഭയങ്കര ഒരു ഹാപ്പി ഡേ ആണ്. കാരണം ഒരുപാട് നാള് ഷൂട്ട് ചെയ്തിട്ട് പല റീസൺസ് കൊണ്ട് ടെലികാസ്റ്റ് മാറി പോകുന്നതായിരുന്നു എൻ്റെ തമിഴ് പ്രൊജക്റ്റ്, സൺ TV പ്രൊജക്റ്റ് ആടുകളം. ഓക്കെ, അതിൻ്റെ പേര്. അപ്പോൾ ഇപ്പം അതിൻ്റെ റിലീസും കാര്യങ്ങളും ടെലികാസ്റ്റും കാര്യങ്ങളൊക്കെ അടുത്തിട്ടുണ്ട്. April 7th ടെലികാസ്റ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനൽ പ്രോഗ്രാമിന് ഇവിടെ സൺ TVൻ്റെ ചാനൽ പ്രോഗ്രാമിന് വന്നിരിക്കുകയാണ്. സോ ചുമ്മാ മൊത്തത്തിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയിട്ട് ദിസ് ഈസ് മൈ ഗ്രീൻ റൂം, നോ എൻട്രി. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൽ ഓൾറെഡി ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ റൂം ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ റൂം. മേക്കപ്പ് ചെയ്യാനും ഇരിക്കാനുമുള്ള ചെയറും സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു വാഷ് ബേസ്, ഒരു വാഷ്റൂമുണ്ട്, എനിക്കൊരു ഷെൽഫുണ്ട്, പിന്നെ ഞങ്ങളുണ്ട്. ആക്ച്വലി പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. എന്നാലും ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് ഇപ്പം അതൊരു ശീലമായിപ്പോയി. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഒരു ഹാപ്പി ഡേ ആണ്, ഹാപ്പി മൊമെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് നീണ്ട് പോയിട്ട് ഇപ്പം ആ ടെലികാസ്റ്റ് വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റ്. അപ്പോൾ അത് നിങ്ങളായിട്ട് പറയണമെന്ന് തോന്നി, അങ്ങനെ വന്നു. ഓക്കെ അല്ലേ? ഇന്ന് വ്ളോഗ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ വ്ളോഗർ ആവില്ല. കഴിഞ്ഞ വീഡിയോ ഞാനാണ് ഫുൾ നറേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തത്. ഇന്ന് പച്ചൊക്കെ ഫുൾ എടുത്തോ, ഞാൻ ഇന്ന് വ്ളോഗറില്ല. അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ മാറുന്നത്. പക്ഷേ അവസാനം എൻ്റെ കയ്യിൽ തന്നെ വന്ന് ഇപ്പം പ്രാക്ടീസിന് സ്റ്റേജ് റിഹേഴ്സലിന് വേണ്ടി പോയിരിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോസ് എടുക്കണേന്ന് ഇപ്പം തോന്നി മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും ബാക്കി വ്ളോഗ് ലീഡ് ചെയ്യാൻ പോണത്. എന്നാലും മാക്സിമം പച്ചക്കിനെ കൊണ്ട് തന്നെ സംസാരിക്കാൻ നോക്കാം. ഞാൻ സ്റ്റേജ് റിഹേഴ്സലിൻ്റെ കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം. മൊത്തത്തിലൊരു റെഡ് മഴയല്ലേ, ബാക്ക്ഗ്രൗണ്ടും റെഡ്, രണ്ടുപേരും റെഡ്, കൊള്ളാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പം ഞങ്ങളുടെ ഒരു സി മഹോത്സവം പ്രാക്ടീസ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. മിസ്സിങ് ഇറ്റ് സോ മച്ച്. ഇവിടെ അങ്ങനെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്കോ ഡാൻസർ കോട്ട് ഒക്കെ ഇട്ട് ഇരിക്കുകയാണ്. ബാക്കി കോസ്റ്റ്യൂം ഇടണം. ഞാൻ നമ്മുടെ ഡിസ്കോ ഡാൻസർ റെഡിയാണ് ഗൈസ്. ഓൾ സെറ്റ്. ഓക്കെ ബ്രദർ, അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദറായിട്ട് ചെയ്യുന്ന ആള്, മിസ്റ്റർ അയ്യൂബ് ഫ്രം ചെന്നൈ. സോ எப்படி இருக்கீங்க? நல்லா இருக்கு. நீ நம்ம செமையா இருக்கு. வேற லெவல்ல இருக்கு. I am a disco dancer. You look so good man. Dancing huh? இல்ல மச்சான், சிங்கிங். ஐயோ sorry. ஐயோ இப்பவே திரிக்கானே இவன். செமையா இருக்கு bro. So good. யோ ஆமா. Superb. So we brothers are going to rock. Okay, Adukalam coming soon. ഗൈസ്, നമ്മൾ ഡിസ്കോ ഡാൻസ് കളിക്കാൻ പോവാണ്. ഓ മൈ ഗോഡ്. ഒന്നും ഉണ്ടാവില്ല, അങ്ങ് ചവിട്ടി പൊട്ടിക്കുക സ്റ്റേജ്. എന്തായാലും എൻ്റെ ഒരു കൂവല് നീ പ്രതീക്ഷിച്ചോ? ടെൻഷൻ ഉണ്ടോ ബേബി? ടെൻഷൻ ഉണ്ടോ? അത് നീ ടെൻഷനേ അടിക്കണ്ട, ഉറപ്പായിട്ടുണ്ടാവും. ഇത് സൺ ടി വിയുടെ ഓരോരോ ഫ്ലോസ് ആണ്.
ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഫ്ലോർ വേറെയാണ്. ഇവിടെ ഡിജിറ്റലിൻ്റെ ഷൂട്ടൊക്കെ നടക്കുകയാണ്. അതാണ് ഞങ്ങൾ ആങ്കർ. അവിടെ വേറെ പ്രത്യേകിച്ചൊരു പരിപാടി നടക്കുകയാണ്. മോയെ 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 ജസ്റ്റ് ഡാൻസ് കഴിഞ്ഞിരിക്കുകയാണ് വിത്ത് ഹോൾ മൈ ടീം. അവിടെ ഇരുന്ന് ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കണ കൊണ്ടാട്ടീനെ കണ്ട ഫസ്റ്റ് അടിച്ച് ഡാൻസ് കളിച്ച് ട്രീറ്റ് ഉണ്ട് കേട്ടോ. ആൻഡ് പാച്ചുക്ക ദി ഡാൻസ് വാസ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിന്റെ ബാക്ക് പെയിൻ വെച്ച് you danced it very well. Yeah. So welcome back. Thank you so much and thanks for the support and love. Oh yeah, അപ്പോൾ സെക്കൻഡ് ഡ്രസ്സായിട്ട് നമ്മളുടെ സാർ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. കൊള്ളാമല്ലോ കോംബോ സെറ്റ്, ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട് അൽവാലി, അവിടെ നിന്ന് ചെയ്തെടുത്തിയാണ്. ഇതുപോലത്തെ വ്യത്യസ്തമായ കോമ്പോസിറ്റ്സ് വേണമെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. അടിപൊളി. ഇങ്ങനത്തെ ഈ കോമ്പോസിറ്റ് ഇട്ട് അവിടെ ആരുമില്ല, ഭയങ്കര യുണീക്കായിരിക്കും. സത്യം പറഞ്ഞതോ? എങ്ങനെ വേണമെങ്കിലും എടുത്തോ. പാച്ചുക്കയും കോമ്പോസിറ്റ്, ഞാനും ദേ കോമ്പോസിറ്റ്. നമ്മൾ ഫുൾ കോംബോ വെച്ചുള്ള
അതെ. എന്നാലും ഗ്ലിറ്റർ ഒന്നും പോയിട്ടില്ല കേട്ടോ, മുഖത്ത് മാത്രം നമ്മള് കുറച്ചെങ്കിലും കളഞ്ഞിട്ടത്. തലയൊക്കെ തിളങ്ങണ്. തലയോ താഴത്തെ ഹോൾ ബോഡി ഉണ്ട്. ആ ഓക്കെ ഓക്കെ. അങ്ങനെ കോംബോ ഇട്ടിട്ടൊരു കോംബോ ഓഫറായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ബാക്കി പരിപാടി കഴിഞ്ഞിട്ട് കാണാം. ബാക്കി വ്ളോഗ് പാച്ചുക എടുക്കുന്നതായിരിക്കും, ലീഡ് ചെയ്യുന്നതായിരിക്കും. ആന്നല്ലോ, നീ തന്നെ ലീഡ് ചെയ്യും. നീയാണ് എൻ്റെ ലീഡർ. ജയ് ലീഡർ. ഓ, അങ്ങനെ ഫൈനലി ഷോ കഴിഞ്ഞു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? തമിഴ് അറിയിട്ട് ഞാനും ഷോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സോ ഇറ്റ് വാസ് ടോട്ടലി നൈസ് എക്സ്പീരിയൻസ്. ഒന്നാമത് ഈ ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞെന്ന് തോന്നുന്നല്ലേ അത്, എന്നാലും ഒരു ഭയങ്കര റിലീഫ്. യാ എനിക്ക് ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡ് മൊമെൻ്റ് ആണ്. കാരണം ഭയങ്കരത്തിലുള്ളൊരു പരിക്കായിരുന്നു അത്, ഭയങ്കര ഒരു ബാക്ക് ഇഞ്ചുറി ആയിരുന്നു. എനിക്ക് ഇരിക്കാൻ പോലും പറ്റാത്തടുത്തുനിന്ന് ഷൂട്ടിലേക്ക് ജോയിൻ ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, ചെറുതായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഇപ്പോഴും ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. വളരെ ലൈറ്റായിട്ടുള്ള വർക്കൗട്ട്സാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഡാൻസും കൂടി ചെയ്തപ്പോൾ, അതും ഞാൻ ഇഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ട് സിമ്പിളാക്കി തരണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഡാൻസ് തുടങ്ങിയത്. പക്ഷെ ആ ആവേശത്തിൽ അങ്ങനത്തെ ഒരു സോങ് ആയിരുന്നു അത്, ഭയങ്കര ഒരു വൈബ് സോങ് ആയിരുന്നു. അപ്പോൾ ആ സോങ്ങിന് പറ്റിയ പോലെ അവർ ഒരു ആവേശത്തിൽ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് തരുമ്പം അത് പറ്റില്ല, ലൈറ്റാക്കെന്ന് പറയാൻ തോന്നിയില്ല. ഒന്നാമത് എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, കളിക്കാൻ ഒട്ടും അറിയില്ലെങ്കിലും ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പം അതൊരു ഓവർകം ചെയ്യണമെന്ന് തോന്നി. പിന്നെ സൺ ടി വിയിൽ ഫസ്റ്റത്തെ ഒരു പ്രോഗ്രാമാണ്, അപ്പോൾ അവിടെയും ഒന്ന് എസ്റ്റാബ്ലിഷ് ആവുകയാണ്. സീരിയൽ അല്ലാണ്ട് ഡാൻസ് പ്രോഗ്രാമിലൂടെ എസ്റ്റാബ്ലിഷ് ആവുകയാണ്. അപ്പോൾ അതും കുറച്ച് ബെറ്റർ ആക്കണമെന്ന് തോന്നി. പിന്നെ ഈ ഒരു കട്ട സപ്പോർട്ടും കൂടി ആയപ്പോൾ was so good to do. ആക്ച്വലി പശുക്കൻ്റെ എല്ലാ സ്റ്റേജും കണ്ടു വന്നാണ്. ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് when he danced on that floor, the most proud person was me. I was really happy. ഓക്കെ, സോ എല്ലാം ഇപ്പോൾ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങുകയാണ്. ആൾ ഗുഡ്. അപ്പോൾ ആ പ്രോഗ്രാം വരുമ്പം ഞാൻ അറിയിക്കാം. നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലേ? യാ, സോ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് എൻ്റെ ഇൻസ്റ്റായിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് ഇറങ്ങുന്ന സമയത്ത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി പോയി കാണാം. ഓക്കെ, നൗ സൈനിങ് ഓഫ് ഫ്രം മിസ്റ്റർ ആൻഡ് Mr. Salman.